നമ്മുടെ രാജ്യം അതിഭീകരമാം വിധം ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സാഹചര്യം കൂടിയാണ് ഈ സന്ദർഭം. കഴിഞ്ഞ 5-8 വർഷങ്ങളായി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പിടിമുറുക്കിയിരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ പല ഘട്ടങ്ങളിലായി പിടിമുറുക്കിയ സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ ആദർശം ഈ രാജ്യത്തെ ഏറ്റവും പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനും അവരുടെ സ്വത്തിനും ജീവനും സാംസ്കാരിക ചിഹ്നങ്ങൾക്കുമെല്ലാം എതിരെ അതിഭീകരമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ പശ്ചാത്തലം. വോട്ടർ പട്ടികയുടെ പേര് പറഞ്ഞ് ബീഹാറിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പൗരത്വം നിഷേധിക്കാനുള്ള ആസൂത്രിതമായ നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു. നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം കൈവശം വെച്ച വഖഫ് സ്വത്തുകൾ അവരിൽ നിന്നും തട്ടിയെടുക്കാൻ വേണ്ടി പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും വഖഫ് ബില്ലുകൾ പാസ്സാകുകയും തുടർ നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ CAA എന്ന പേരിൽ അറിയപ്പെട്ട പൗരത്വ നിഷേധ നിയമം നമ്മുടെ രാജ്യത്ത് പ്രാവർത്തികമാക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നു. ഇങ്ങനെ നമ്മുടെ രാജ്യം ഒന്നടങ്കം അതിഭീകരമാകും വിധം ഫാസിസവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സാഹചര്യത്തിൽ ഈ രാജ്യത്തോട് സ്നേഹമുള്ള മുഴുവൻ മനുഷ്യരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഇന്ത്യ നേരിടുന്ന ഈ ഭീകര വെല്ലുവിളിക്കെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുക എന്നതാണ്. ഈ പോരാട്ടത്തിൽ തീർച്ചയായും പങ്കാളികളാകേണ്ട വിഭാഗം തന്നെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന CPIM-ഉം എല്ലാം എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഫാസിസത്തിനും ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായ ആശയത്തിനുമെതിരെ സമരരംഗത്തുറച്ചു നിൽക്കേണ്ട ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളും CPIM-നെ പോലെയുള്ള സംഘങ്ങളുമൊക്കെ ഇതുപോലെയുള്ള സംവാദങ്ങളുമായി തെരുവിൽ അഭിമുഖീകരിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുന്ന ചില സന്മനസ്സുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. തീർച്ചയായും ഈ അർത്ഥത്തിലുള്ള സംവാദം ഒരർത്ഥത്തിൽ കേരളത്തിലും ഫാസിസത്തിന് അനുകൂലമായ ഒരന്തരീക്ഷമാണ് ഒരുക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ CPIM-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള അതിരൂക്ഷമായ സംവാദം ഈ ചരിത്ര സാഹചര്യത്തിൽ അത്രയൊന്നും നല്ലതല്ല എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. പക്ഷേ ഫാസിസ വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന വിധം ഫാസിസത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കേരളത്തിൽ സമീപകാലത്തായി CPIM-ൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്ന ചില വിശകലന രീതികളും സമീപനങ്ങളും നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെയും മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഏറ്റവും കരുത്തുറ്റ ഭാഷയിൽ സംസാരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെയുമൊക്കെ
അപകടപ്പെടുത്തുന്ന വിധം വളർന്നു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളെങ്കിലും വിശദീകരിക്കേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 75-ൽ പരം വർഷങ്ങളായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ സാധാരണ മതസംഘടനകളിൽ നിന്നും ഭിന്നമായി രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു മതത്തെ, ആ മതത്തിൻ്റെ പ്രത്യയശാസ്ത്ര ഭൂമികയിൽ ഉറച്ചു നിന്നുകൊണ്ട് അത്തരമൊരു മതത്തെ തങ്ങളുടെ ആദർശമായി ചേർത്തു പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും രാഷ്ട്രീയ പ്രശ്നങ്ങളെയും സാമ്പത്തിക ഘടനകളെയും സാംസ്കാരികമായ പ്രശ്നങ്ങളെയുമൊക്കെ വിശകലനം ചെയ്യുക എന്നതും അവയെ അഭിമുഖീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് പറയുക എന്നതും കഴിഞ്ഞ 75 വർഷങ്ങളിലധികമായി ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഒരു നാട് ഭരിക്കുന്ന ഭരണകക്ഷിയുടെ സമീപനങ്ങളെ ജമാഅത്തെ ഇസ്ലാമി വിമർശന വിധേയമാക്കും. ഭരിക്കുന്നവർ ആരാണ് എന്ന് നോക്കിക്കൊണ്ടല്ല ആ വിമർശനം. ഭരിക്കുന്നവർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം പല ഘട്ടങ്ങളിലായി ഇടത് വലത് മുന്നണികൾ ഭരണം നടത്താറുള്ള, മാറി മാറി ഭരണം നടത്താറുള്ള ഒരു സംസ്ഥാനമാണ്. ഈ സന്ദർഭത്തിലുണ്ടായ ഒരു അപവാദം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കേരള പിറവി മുതൽ ഇത്രയും കാലം മുന്നണികൾ മാറി മാറി ഭരിച്ച ഒരു സംസ്ഥാനമാണ്. ഭരണകൂടത്തിൻ്റെയും മുന്നണികളുടെയും രാഷ്ട്രീയ നിലപാടുകളും സാമ്പത്തിക സമീപനങ്ങളും വികസന കാഴ്ചപ്പാടുകളുമൊക്കെ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെയും മനുഷ്യരെയും മുൻനിർത്തിക്കൊണ്ട് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമെന്ന അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനത്തിന് വിധേയമാകും. ഇത്തരം വിമർശനങ്ങളെ അതിൻ്റേതായ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നതിന് പകരം പലപ്പോഴും CPIMൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇത്തരം വിമർശനങ്ങളെ മുഴുവനും തന്നെ ഒരു തരം വർഗീയ മുദ്രയടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തെ അപകടപ്പെടുത്താൻ ഉദ്യമിച്ചിരിക്കുകയാണ് എന്ന സ്വഭാവത്തിൽ വിശകലനം ചെയ്യുക എന്നതാണ് CPM സ്വീകരിക്കാറുള്ള ഒരു രീതി. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ CPIMൻ്റെ ഭരണഘട്ടത്തിൽ, ഒന്നാം ഘട്ടത്തിൽ കേരളത്തിലെ ഗെയിൽ പൈപ്പുകൾക്കെതിരെ അഥവാ ഗെയിൽ ഗ്യാസ് വാതക പൈപ്പുകൾക്കെതിരെ കേരളത്തിൽ പ്രക്ഷോഭമുണ്ടായി, സമരമുണ്ടായി. ജനനിബിഡമായ പ്രദേശങ്ങളിലൂടെ അത് കടന്നു പോകുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ സ്വാഭാവികമായും നാട്ടുകാരുടെ ഇടയിലുണ്ടായി, ജനങ്ങൾക്കിടയിലുണ്ടായി. സ്വാഭാവികമായി ചില സമരങ്ങളുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും സ്വാഭാവികമായും ജനങ്ങളുടെ ഈ ആശങ്ക തങ്ങളുടെ കൂടി ആശങ്കയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജനനിബിഡമായ പ്രദേശങ്ങളിലൂടെ കടന്നു പോകരുത് എന്ന ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് ആ സ്വഭാവത്തിൽ ഉള്ള ഒരു ജനങ്ങളെ ഭയത്തിൻ്റെ കുന്തമുനയിൽ നിർത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ അപകടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭ രംഗത്തിറങ്ങുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ അന്ന് കേരളത്തിലെ വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചത് ഗെയിൽ സമരമെന്ന് പറഞ്ഞാൽ ഗെയിൽ വിരുദ്ധ സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു, തീവ്രവാദികൾ അത് കയ്യേറ്റം ചെയ്തിരിക്കുന്നു, അത് അവർ കയ്യേറ്റം ചെയ്യുകയും അങ്ങനെ തീവ്രവാദികളുടെ നേതൃത്വത്തിൽ, മറ്റു ചില സന്ദർഭത്തിൽ മതരാഷ്ട്രവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരമാണ് ആ സമരമെന്ന് മുദ്രയടിക്കുകയുണ്ടായി. നമുക്കറിയാം CIA വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായി ഇന്ത്യയിൽ. CIA വിരുദ്ധ പ്രക്ഷോഭം ഇന്ത്യയിലുണ്ടായപ്പോൾ കേരളത്തിൽ CIA വിരുദ്ധ പ്രക്ഷോഭത്തിന് ആശയപരമായും
മറ്റെല്ലാ അർത്ഥത്തിലും നേതൃത്വം കൊടുത്ത സംഘങ്ങളിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ പോഷക സംഘടനകളുമായിരുന്നു. CAA വിരുദ്ധ പ്രക്ഷോഭവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ കേരളത്തിൽ മുന്നോട്ട് പോയപ്പോഴേ CAA വിരുദ്ധ പ്രക്ഷോഭത്തെ തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന പ്രസ്താവന നടത്തിയത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ഏതാനും നാളുകൾക്ക് ശേഷം ഡൽഹിയിൽ നടന്ന CAA വിരുദ്ധ പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായ വർഗീയ കലാപത്തിന് ഡൽഹിയിൽ തുടക്കം കുറിക്കുകയുണ്ടായി. ഒരു പക്ഷേ സമീപകാലത്ത് സാക്ഷ്യം വഹിച്ച ഏറ്റവും ഭീതിജനകമായ വർഗീയ കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഡൽഹി സാക്ഷ്യം വഹിച്ചു. ഈ സന്ദർഭത്തിൽ സംഘപരിവാറിന്റെ സാരഥികൾ, ഇന്ത്യ ഭരിക്കുന്ന ഈ സംഘപരിവാറിന്റെ നേതൃത്വം വളരെ കൃത്യമായി അവകാശപ്പെട്ടത് CAA പ്രക്ഷോഭത്തെ പൗരത്വ പ്രക്ഷോഭത്തിനിടയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുകയും ആ തീവ്രവാദികൾ സൃഷ്ടിച്ച കലാപമാണ് ഡൽഹിയെ ചോരക്കളമാക്കി മാറ്റിയത് എന്നാണ്. അങ്ങനെ പ്രസ്താവിക്കുക മാത്രമല്ല, ഈ പ്രസ്താവന നടത്തിയപ്പോഴേ തങ്ങളുടെ പ്രസ്താവനക്കുള്ള തെളിവായി പോയിന്റ് ഓഫ് റെഫറൻസായി അവർ സൂചിപ്പിച്ചത് കേരള മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയന്റെ പ്രസ്താവനയാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനങ്ങൾ എങ്ങനെയാണ് ഈ നാട്ടിൽ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന ഫാസിസ്റ്റുകൾക്ക് സഹായം ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാനുള്ള ഒരു ഉദാഹരണം എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ ഈ ഉദാഹരണം ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി സാമൂഹിക രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി വളരെ വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന സന്ദർഭം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടായിരുന്നു. മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയമെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായ സന്ദർഭങ്ങളുണ്ടായിരുന്നു. പിന്നീട് മുന്നണികൾക്ക് തന്നെ പിന്തുണ നൽകുന്ന അവസരങ്ങളും ഉണ്ടായി. ഇത്തരം സന്ദർഭങ്ങളിൽ കേരളത്തിലെ വലത് ഇടത് മുന്നണികൾക്കെല്ലാം തന്നെ ജമാഅത്തെ ഇസ്ലാമി സന്ദർഭത്തെ വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് നയം രൂപപ്പെടുത്തിക്കൊണ്ട് വോട്ടുകൾ നൽകുകയുണ്ടായി. 90കൾ മുതൽ ഈ അടുത്ത കാലം വരെ ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, പ്രത്യേകിച്ച് കേരളത്തിലെ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിൻ്റെ ആനുകൂല്യം ലഭിച്ചത് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യത്തെ ഫാസിസം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ സംഘമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർന്നു വന്നിട്ടില്ല എങ്കിൽ ഇന്ത്യ ഒരു കാലത്തും ഫാസിസ്റ്റുകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന ചില തിരിച്ചറിവിൻ്റെയും ആലോചനയുടെയും അടിസ്ഥാനത്തിൽ, ആ ആലോചനയും തിരിച്ചറിവും ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം ആലോചനയല്ല. കേരളത്തിലും ബംഗാളിലും കോൺഗ്രസിനെ തുരത്തി തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കാറുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും കോൺഗ്രസിനെ പിന്തുണച്ച കാഴ്ച നാം കണ്ടിട്ടുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു രാഷ്ട്രീയ നിലപാട് എന്നർത്ഥത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്വീകരിച്ച നിലപാടാണ് ഈ നിലപാട്. സമാനമായ നിലപാട് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചപ്പോഴേക്കും മതരാഷ്ട്രവാദികളുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് UDF ഇവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നണികൾക്ക് മാറി മാറി പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായി ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോഴേക്കും ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മതരാഷ്ട്രവാദമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന പ്രചാരണമുണ്ടായി. ഈ പ്രചാരണം അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ സ്വഭാവത്തിൽ ഈ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട്
ഈ പ്രചാരണവുമായി കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവര് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഇറങ്ങിക്കളിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു പ്രസ്ഥാനം സ്വീകരിക്കുന്ന നിലപാടുകളെ, ആ നിലപാടുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറുമ്പോൾ ആ നിലപാട് വളരെ ധീരമായ സമീപനമായി വിലയിരുത്തുകയും തങ്ങൾക്കെതിരാകുമ്പോഴേക്കും അത്തരം നിലപാടിനെ വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന CPIM-ന്റെ അജണ്ട അല്ലെങ്കിൽ സമീപനം അത് രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ ഉള്ളടക്കമുള്ള, സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു മതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മതത്തെക്കുറിച്ച് മാർക്സിസ്റ്റുകൾക്ക് മാർക്സിസ്റ്റുകളുടേതായ ചരിത്ര വിശകലനമുണ്ട്. ആ ചരിത്ര വിശകലനവും താത്വിക വിശകലനവും ഒരുപക്ഷെ അവർ ജനങ്ങളോട് പറയാറില്ല. മതമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഇത് പറയുമ്പോൾ അവർ പറയും മാർക്സ് അത്രമാത്രമല്ല പറഞ്ഞത്, അതിനപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ് മതമെന്നും ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ് മതമെന്നുമൊക്കെ മാർക്സ് പറഞ്ഞിട്ടുണ്ട് എന്നവർ പറയും. പക്ഷേ അടിസ്ഥാനപരമായി മാർക്സിസം മതത്തെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന ഏറ്റവും ശക്തമായ വിമർശനം മാർക്സിസത്തിന്റെ ഒരു വിശകലന രീതി അനുസരിച്ചുകൊണ്ട് ഭൗതിക ലോകത്തിനപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യത്തെയും അംഗീകരിക്കാൻ മാർക്സിസത്തിന് സാധ്യമല്ല. മതത്തെയും ദൈവത്തെയും അതുപോലെ തന്നെ മതകീയമായ പാരമ്പര്യങ്ങളെയും ആ സ്വഭാവത്തിൽ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ മാർക്സിസത്തിന് ഒരിക്കലും തന്നെ സാധ്യമല്ല. എന്നാൽ മാർക്സം മതത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ പലപ്പോഴും മതം മനുഷ്യ സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയാറുള്ളത് തങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളും ചൂഷണങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സമുദായങ്ങളോടും മനുഷ്യരോടും നിങ്ങൾ അനുഭവിക്കുന്ന ചൂഷണവും മർദ്ദനവും പ്രയാസങ്ങളുമെല്ലാം തന്നെ നിങ്ങൾ സഹിക്കണമെന്നും അവയൊക്കെ നിങ്ങൾ സഹിക്കുകയാണ് എങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു സ്വർഗം കിട്ടാനുണ്ട് എന്നും പറഞ്ഞ് മനുഷ്യൻ അനുഭവിക്കുന്ന പീഡനത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും പുറത്ത് കടക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതിന് പകരം അവയോടൊക്കെ രാജിയാവാൻ വേണ്ടി മനുഷ്യരെ പഠിപ്പിക്കുന്ന ഒരാശയമാണ് മതമെന്നാണ് മതത്തെക്കുറിച്ച് മാർക്സ് പറയാറുള്ളത്. മാർക്സും എംഗൽസും ഒക്കെ മതത്തെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ചില മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ശരിയാവാം. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്ന മതം അങ്ങനെയുള്ള ഒരു മതമല്ല. മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, മനുഷ്യരനുഭവിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതിന് പകരം മനുഷ്യരെ അനുഭവിക്കുന്ന ചൂഷണവും മർദ്ദനവും പീഡനവുമെല്ലാം വിധിയാണ്, ദൈവത്തിൻ്റെ വിധിയാണ് എന്ന് സമാധാനിച്ചുകൊണ്ട് അതിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് പകരം മതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചൂഷണത്തിനും പീഡനത്തിനുമെതിരെ പോരാടാൻ സാധിക്കുമെന്ന് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ മഹാപ്രവാചകന്മാരുടെ മതമാണ് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തിരിക്കുന്ന മതത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വിമോചനത്തിന് വേണ്ടി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന പ്രവാചകൻ മോസസ് ചൂഷണവും പീഡനവും ചൂഷണം ചെയ്തുകൊണ്ട്, ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സമ്പത്ത് കുഞ്ഞുകൂട്ടിയ, സമ്പത്ത് വാരിക്കൂട്ടിയ പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറകളെ പോലെയാണ്, നിങ്ങളുടെ പുറമേ മോടിയുള്ളതും അടകുള്ളതാണെങ്കിലും നിങ്ങളുടെ അകത്തുള്ള മനസ്സും ഹൃദയവും ശവക്കല്ലറകളുടെ ഉള്ളിലുള്ള ദുർഗന്ധം വമിക്കുന്ന എല്ലിൻ കഷ്ടങ്ങളും അസ്ഥികൂടങ്ങളെയും പോലെ ദുർഗന്ധം വമിക്കുന്ന മനസ്സാണ് നിങ്ങൾക്കുള്ളത് എന്നും പറഞ്ഞ് പുരോഹിതന്മാർക്കെതിരെ ശബ്ദിച്ച പ്രവാചകൻ യേശുവിൻ്റെ മതത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്നത്. യലഉ അൻഹും മിസ്റഹും വല്ലഗിലാല്ലതി കാനത് അലൈഹിം. കാൽ മാർക്സ് മനുഷ്യ സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കൈവിലങ്ങുകളല്ലാതെ എന്ന്.
സാക്ഷി വർത്തമാനം പറയുന്നതിൻ്റെയും 1400 പരം വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് യലൗഅൻഹും മിസ്റഹും വല്ലഗ്ലാലല്ലതി കാനത്ത് അലൈഹിം. അവരെ വെരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ അറുത്തുമാറ്റുന്നവനും അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം അവരുടെ മുതുകിൽ നിന്ന് ഇറക്കി വെക്കുകയും ചെയ്യുന്ന വിമോചകനാണ് പ്രവാചകനെന്ന് ഈ പ്രവാചകനെ കുറിച്ച് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ മതത്തെക്കുറിച്ചാണ് ഞങ്ങൾ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മതമെന്ന് പറയുന്നത്. ഈ മതത്തെക്കുറിച്ചാണ് ഞങ്ങൾ സാമൂഹിക ഉള്ളടക്കമുള്ള മതം എന്ന് പറയുന്നത്. രാഷ്ട്രീയ ഉള്ളടക്കം മതത്തിനില്ല എന്ന് പറഞ്ഞിട്ട്, സാമൂഹിക ഉള്ളടക്കം മതത്തിനില്ല എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ് മതത്തിനെതിരെ കൊലവിളി നടത്തിയ, മതത്തിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപത്തിന് തുടക്കം കുറിച്ച മാർക്സിസ്റ്റുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, മതത്തെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ മയക്കുന്നതിന് പകരം മതത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതാണോ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന തെറ്റ്? ഇതിന് മറുപടി നിങ്ങൾ പറയേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും സംസാരിക്കുമ്പോഴും വിശ്വസിക്കുന്നത് സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു മതത്തെക്കുറിച്ച് തന്നെയാണ്. കേരളത്തിൽ 1498 വാസ്കോ ഡി ഗാമ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരൻ നമ്മുടെ നാടിനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി കൊളോണിയൽ താല്പര്യങ്ങളുമായി ഇങ്ങോട്ട് വന്നപ്പോൾ ആ വാസ്കോ ഡി ഗാമയെ കാലുറക്കാൻ സമ്മതിക്കാതെ ചെറുത്ത് നിൽക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നത് ഈ സാമൂഹിക ഉള്ളടക്കമുള്ള മതം അവരുടെ കൈവശമുള്ളത് കൊണ്ടാണ്. പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും അവർ ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ട്, പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ തെരുവിലിറങ്ങുക എന്നത് നിങ്ങളുടെ ചരിത്രപരമായ ബാധ്യതയാണ് എന്ന് മുസ്ലിങ്ങളെ ഉണർത്തിയത് അവർ തിരിച്ചറിഞ്ഞ മതം സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു മതമായതുകൊണ്ടാണ്. അവരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട്, അവരുടെ ലഘുലേഖകൾ വായിച്ചിട്ട് കൊച്ചിക്കാരനായ കുഞ്ഞാലി വരക്കാർ കോഴിക്കോട്ടേക്ക് പോയി അവിടെയുള്ള നായർ രാജാവായ സാമൂതിരിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അധിനിവേശ ശക്തിയായ പോർച്ചുഗീസുകാർക്കെതിരെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തപ്പോഴും സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു മതത്തെയാണ് അവർ പ്രതിനിധീകരിച്ചത്. പിൽക്കാലത്ത് 920കളിൽ ബ്രിട്ടീഷുകാരൻ്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ഏറെ നാട്ടിലെയും വള്ളുവ നാട്ടിലെയും മുസ്ലിങ്ങൾ ആലി മുസ്ലിയാരുടെയും വാരിയംകുന്നന്റെയും ഒക്കെ നേതൃത്വത്തിൽ പടക്കളത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പടപൊരുതിയപ്പോൾ അവർ പ്രതിനിധാനം ചെയ്തതും സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു മതത്തെയാണ്, രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു മതത്തെയാണ്. രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഈ മതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ മൈസൂരിലെ സിംഹമെന്ന് വിശേഷിപ്പിക്കുന്ന ടിപ്പു സുൽത്താനും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദരലിയും പോർക്കളത്തിൽ പോരാടാൻ തീരുമാനിച്ചതും അങ്ങനെ ടിപ്പു സുൽത്താനെ പടപൊരുതിക്കൊണ്ട് രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങേണ്ടി വന്നതും ഈ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മതത്തെ അഭിമുഖീകരിക്കാൻ മാത്രമുള്ള വൈദ്യശാസ്ത്ര കരുത്തോ വൈജ്ഞാനിക പിൻബലമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ CPM രാഷ്ട്രീയ സാമൂഹിക ഉള്ളടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മതത്തെ വികൃതമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദാവലിയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന പദാവലി. ഇവിടെ മതരാഷ്ട്രവാദത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് മതരാഷ്ട്രവാദം കൊണ്ട് അർത്ഥമാക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കുന്നത് മതരാഷ്ട്രത്തെ കുറിച്ചല്ല,
മറിച്ച് രാഷ്ട്രീയ മുഖമുള്ള ഇസ്ലാമിനെ കുറിച്ചാണ്. കാരണം മതരാഷ്ട്രം എന്നത് വളരെ വൃത്തികെട്ട ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ, തെറ്റായ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഉടലെടുത്ത പ്രതിലോമകരമായ ഒരു പദാവലിയാണ് മതരാഷ്ട്രവാദം എന്നത്. യൂറോപ്പിൽ മതരാഷ്ട്രമുണ്ടായിരുന്നു. പോപ്പും അതുപോലെ തന്നെ രാജാക്കന്മാരും മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയും എന്നിട്ട് ശാസ്ത്രകാരന്മാരെയും ചിന്തകന്മാരെയും ഒക്കെ തടവിലിടുകയും പീഡിപ്പിക്കുകയും ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്ര സന്ദർഭത്തെ വിശദീകരിക്കാൻ വേണ്ടി പാശ്ചാത്യ ചരിത്രകാരന്മാർ ഉപയോഗപ്പെടുത്തുന്ന ഒരു ടെർമിനോളജിയാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ടെർമിനോളജി. ജമാഅത്തെ ഇസ്ലാമി അത്തരമൊരു മതരാഷ്ട്രവാദത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. മറിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കുന്നത് പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും രാഷ്ട്രീയ പ്രശ്നങ്ങളെയും സാമ്പത്തിക ഘടനകളെയും വികസന അജണ്ടകളെയുമൊക്കെ മതത്തിന്റെ പ്രതലത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അഭിമുഖീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെ ഇന്ത്യയിലെ സവർണ ഫാസിസവുമായി സമീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിനാണ്, ഫാസിസ്റ്റുകൾ നിലകൊള്ളുന്നത് ഹിന്ദു രാഷ്ട്രത്തിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രസ്ഥാനത്തെ വികൃതമാക്കാനുമാണ് CPM യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കവരോട് പറയാനുള്ളത്, ഇന്ത്യയിലെ ഈ ലോകത്തെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പടിഞ്ഞാറ് യൂണിവേഴ്സിറ്റികളിലടക്കം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഘടന പഠന വിഷയമാണ്. ഇസ്ലാമിന്റെ സാമ്പത്തിക ഘടന പഠന വിഷയമാണ്. കേരളത്തിലെ തന്നെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ പലിശരഹിതമായ ബാങ്കിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ പലിശരഹിതമായ ബാങ്ക് എന്ന് പറയുന്ന ഒരാശയം ലഭിച്ചത്? പലിശ ഒരു മതപ്രശ്നമാണോ? അല്ല, അതൊരു രാഷ്ട്രീയ പ്രശ്നമാണോ? സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നമാണോ? ഒരു മതപ്രശ്നമാണോ? നിങ്ങൾ തന്നെ പറയുന്നു പ്രവാചകൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രമുണ്ടായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ശേഷം ഖുലഫാ റാഷിദീങ്ങളുടെ നേതൃത്വത്തിൽ മഹാന്മാരായ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും റളിയല്ലാഹു അൻഹുമാ അവരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു നല്ല വിശുദ്ധ ഒരു രാഷ്ട്രം ലോകത്ത് നിലവിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു മതത്തെക്കുറിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കുന്നത്. പക്ഷേ സാമൂഹിക ഉള്ളടക്കമുള്ള മതത്തെ ഭയക്കുന്നവരാണ് CPM. അവർക്ക് പുരോഹിതന്മാരുടെ മതത്തോട് പ്രശ്നമില്ല. പാതിരിമാരുടെ മതത്തെ അവര് തങ്ങളുടെ കൊട്ടാരത്തിലേക്ക്, തങ്ങളുടെ അധികാര സിംഹാസനത്തിലേക്ക് ചുവപ്പ് പരവതാനി വിടിച്ചുകൊണ്ട് ആനയിക്കും. പുരോഹിതന്മാരുടെയും പൂജാരിമാരുടെയും പാതിരിമാരുടെയും ഒക്കെ യേശു എതിർത്ത, മോസസ് എതിർത്ത ഒരു മതമുണ്ടല്ലോ, ആ മതത്തെ പാലൂട്ടി വളർത്താൻ CPM സന്നദ്ധമാകും. അതാണ് CPMന്റെ അനുഭവം. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിന്റെ ഫലമായി അതിനുവേണ്ടി ആഗോള തീവ്രവാദവുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുണ്ട് എന്നാണ് CPM ഉന്നയിക്കുന്ന മറ്റൊരാരോപണം. എനിക്ക് ചോദിക്കാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ആഗോള തീവ്രവാദം എന്ന പദാവലി കിട്ടിയിരിക്കുന്നത്? പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ്, ആഗോള തീവ്രവാദം ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആഗോള തീവ്രവാദം ഇവിടെ ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന മതം ഇസ്ലാമാണ് എന്ന ഒരു തിസീസ്, ഇസ്ലാം
ഇസ്ലാമാണ് എന്ന പ്രമേയം ലോകത്ത് വികസിപ്പിച്ചത് പടിഞ്ഞാറൻ ശക്തികളാണ്. മാർക്സിസ്റ്റുകൾ പറയുന്നത് ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്നാണ്. സർവരാജ്യ തൊഴിലാളികൾ സംഘടിക്കൂ എന്ന് പറഞ്ഞ മാർക്സിസ്റ്റുകൾ പറയുന്നത് ലോകത്ത് രണ്ട് വർഗമാണുള്ളത്, ഉള്ളവനും ഇല്ലാത്തവനും. ഇല്ലാത്തവനെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് മാർക്സിസം അഥവാ കമ്മ്യൂണിസം. ഉള്ളവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മുതലാളിത്വം അഥവാ കൊളോണിയലിസവും മുതലാളിത്തവും അതുപോലെ തന്നെ ഉദാര സാമ്പത്തിക ഘടനയുമെല്ലാം തന്നെ ഉള്ളവനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാശയമാണ് എന്നാണ് മാർക്സിസ്റ്റുകൾ വാദിക്കാറുള്ളത്. ഇതേ മാർക്സിസ്റ്റുകൾ തന്നെ പക്ഷേ പിൽക്കാലത്ത് മുതലാളിത്തം, ആധുനിക മുതലാളിത്തം, രണ്ടാം ലോക യുദ്ധാനന്തരമുള്ള ലോകഘടനയിൽ തങ്ങളുടെ ശക്തി പിടിച്ചു നിർത്താൻ വേണ്ടി, തങ്ങളുടെ ശക്തി പൂർവാധികം ശക്തിയോടുകൂടി മുതലാളിത്തത്തിന് ആധുനിക രണ്ടാം ലോക യുദ്ധാനന്തരമുള്ള ദേശരാഷ്ട്രങ്ങളെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അവര് ഇസ്ലാമിനെതിരെ വികസിപ്പിച്ച ഒരു പദപ്രയോഗമായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പദപ്രയോഗം. ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന പദപ്രയോഗം, മത തീവ്രവാദികൾ എന്ന പദപ്രയോഗം, ഈ എല്ലാ പദപ്രയോഗങ്ങളുടെയും ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നടക്കുമ്പോൾ ഈ പദപ്രയോഗങ്ങളെല്ലാം തന്നെ മാർക്സിസ്റ്റ് ലബോറട്ടറികളിലല്ല, മുതലാളിത്ത ലബോറട്ടറികളിൽ ഉൽപ്പാദിപ്പിച്ച പദപ്രയോഗങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അതിനും ചരിത്രപരമായ ചില കാരണമുണ്ട്. രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്തുള്ള ഏതാണ്ടെല്ലാ രാഷ്ട്രങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടി. ലോകത്തുള്ള ഏതാണ്ടെല്ലാ രാഷ്ട്രങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയ കൂട്ടത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയ മുസ്ലിം നാടുകളിലെ ഏകാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ രാജാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവിടെയുള്ള ഒരുപിടി സമ്പന്ന വർഗം ശ്രമിച്ചത്. പ്രഭുകുമാരന്മാരുടെയും രാജകുമാരന്മാരുടെയും ഏകാധിപതികളുടെയും ഒരു ഭരണകൂടത്തെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ, സ്വാതന്ത്ര്യാനന്തരമുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടി പടിഞ്ഞാറിന്റെ സഹായത്തോടുകൂടി, പാശ്ചാത്യ മുതലാളിത്തത്തിന്റെ സഹായത്തോടുകൂടി ആസൂത്രിതമായ നീക്കങ്ങളുണ്ടായി. ഈജിപ്തിലും മൊറോക്കോവിലും ജോർഡാനിലും സിറിയയിലും എന്ന് വേണ്ട ലോകത്തുള്ള ഏതാണ്ടെല്ലാ മുസ്ലിം നാടുകളിലും ജനങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്ന, മൗലികാവകാശങ്ങളെ റദ്ദ് ചെയ്യുന്ന, മനുഷ്യർക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത ഏകാധിപത്യ രാഷ്ട്രീയ ഘടനകളുണ്ടായി. ഈ രാഷ്ട്രീയ ഘടനകളെ ചോദ്യം ചെയ്തുകൊണ്ട് മനുഷ്യരുടെ മേലെ മനുഷ്യരുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യവും സർവാധിപത്യവും രാജാധിപത്യവും ഒക്കെ ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് മുസ്ലിം നാടുകളിലെ നേതൃത്വപരമായ പങ്കുവഹിച്ച മഹാരഥന്മാരാണ് സയ്യിദ് മൗദൂദിയും ഷഹീദ് ബന്നയും സയ്യിദ് കുതുബും. ഈ മൂന്നാളുകളെയും ഭീകരവൽക്കരിക്കാനാണ് മാർക്സിസ്റ്റുകൾ ശ്രമിക്കാറുള്ളത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ പോലും സയ്യിദ് മൗദൂദിയാണ് മത്സരിച്ചത് എന്ന് തോന്നുന്ന വിധമാണ് അവർ മൗദൂദിക്കെതിരെ പ്രചരണം നടത്താറുള്ളത്. കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ മൗദൂദിയാണെന്ന് അവർ പറയും. എന്താണ് മാർക്സിസ്റ്റ് സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്? മൗദൂദി ചെയ്ത അപരാധം എന്താണ്? മുസ്ലിം നാടുകളെ ഏകാധിപത്യത്തിൻ്റെയും സർവാധിപത്യത്തിൻ്റെയും കാൽക്കീഴിൽ പിടിച്ച് കെട്ടാൻ വേണ്ടി ശ്രമിച്ച ധിക്കാരികളായ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പുരോഹിതന്മാരുടെയും പാതിരിമാരുടെയും കൊട്ടാര പണ്ഡിതന്മാരുടെയും മതത്തിൻ്റെ വക്താക്കളാകുന്നതിന് പകരം നിങ്ങൾ പ്രവാചകന്മാരുടെ മതത്തെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞു എന്നതാണ് മൗദൂദി ചെയ്ത ഒരേ ഒരപരാധം. മൗദൂദി മാത്രമല്ല, സയ്യിദ് കുതുബും ഷഹീദ് ബന്നയുമൊക്കെ അങ്ങനെയാണ് പ്രവർത്തിച്ചത്. അവരാരും തന്നെ ബോംബുണ്ടാക്കിയിട്ടല്ല പ്രവർത്തിച്ചത്. ബോംബുണ്ടാക്കിയത് കൊണ്ടല്ല അവർ തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കപ്പെട്ടത്. നാം ചരിത്രം പരതുമ്പോൾ മഹാനായ യേശുവിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവരുടെ തോന്നിയവാസങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ യേശുവിനെ കുരിശിലേക്ക് അവർ വലിച്ചാനയിച്ചു കൊണ്ടുപോയി. കുരിശിൽ ആ മഹാപ്രവാചകനെ അവർ
അവർക്ക് കുരിശിലേറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ മഹാപ്രവാചകനെ അവർ കുരിശിലേക്ക് കൊണ്ടുപോയത് ആ പ്രവാചകൻ ബോംബുണ്ടാക്കിയത് കൊണ്ടായിരുന്നില്ല, തീവ്രവാദം പറഞ്ഞത് കൊണ്ടായിരുന്നില്ല. തങ്ങളുടെ സമുദായം അനുഭവിക്കുന്ന തീഷ്ണമായ യാഥാർത്ഥ്യങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ പക്ഷം ചേർന്നുകൊണ്ട് ചൂഷകരും മർദ്ദകരുമായ യൂത പൗരോഹിത്യത്തിനും റോമൻ പിലാത്തോസിനുമെതിരെ സംസാരിച്ചു എന്നത് മാത്രമായിരുന്നു പ്രവാചകൻ യേശു ചെയ്ത അപരാധം. മഹാനായ സോക്രട്ടീസിനെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സോക്രട്ടീസിന് ഹംലക്ക് എന്ന് പറയുന്ന വിഷപാനീയങ്ങൾ കൊടുത്തിട്ട് അത് കുടിച്ച് മരിക്കണമെന്ന് ഏഥൻസിലെ കോടതി തീരുമാനിക്കുകയുണ്ടായി. സോക്രട്ടീസിനെ വിഷപാനീയം കുടിച്ച് മരിക്കാൻ, അങ്ങനെ വിഷപാനീയം കുടിച്ചുകൊണ്ടുള്ള ഒരു മരണം ഏഥൻസിലെ കോടതി വിധിച്ചത് സോക്രട്ടീസ് ഏതെങ്കിലും സ്വഭാവത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏഥൻസിൽ കലാപം നടത്തിയത് കൊണ്ടായിരുന്നില്ല, മറിച്ച് ഏഥൻസിലെ മർദ്ദക വ്യവസ്ഥക്കെതിരെ ആളുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കൂ എന്ന് ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ സോക്രട്ടീസ് ശ്രമിച്ചു എന്നത് മാത്രമാണ് സോക്രട്ടീസ് ചെയ്ത അപരാധം. തെരുവിലൂടെ നടന്ന് തങ്ങൾ അനുഭവിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ആളുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇവിടെ നിലനിൽക്കുന്ന മർദ്ദക വ്യവസ്ഥക്കെതിരെ ശബ്ദിക്കൂ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലാണ് സോക്രട്ടീസിന് വിഷപാനീയം കുടിച്ച് മരിക്കേണ്ടി വന്നത്. ഇത് തന്നെയാണ് സയ്യിദ് ഖുതുബും ഷഹീദ് ബന്നയും സയ്യിദ് മൗദൂദിയും ഒക്കെ ചെയ്തത്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പള്ളിമൂലകളിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണ് മതമെന്നും പള്ളിക്ക് പുറത്തുള്ള രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളെ കുറിച്ച് മതം സംസാരിക്കരുത് എന്നും ഇവിടെയുള്ള ലക്ഷക്കണക്കിന് പുരോഹിതന്മാർ വിശ്വസിക്കുകയും ഏകാധിപതികളുടെയും രാജാക്കന്മാരുടെയും ചോരപുരണ്ട സിംഹാസനങ്ങൾക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് അവർ ജൈവിളിക്കുകയും ചെയ്തപ്പോൾ ഏകാധിപതികളുടെ മുമ്പിൽ തലകുനിക്കുന്നതിന് പകരം, സ്വേച്ഛാധിപതികളുടെ മുമ്പിൽ തലകുനിക്കുന്നതിന് പകരം, രാജാക്കന്മാരുടെ ആജ്ഞാനുസാരികളായി ജീവിക്കുന്നതിന് പകരം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തെ മാത്രം ഭയന്നുകൊണ്ട് നീതിയിൽ അധിഷ്ഠിതമായ ഒരു ലോകം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ കർമ്മരംഗത്തിറങ്ങൂ എന്ന ആഹ്വാനമാണ് സയ്യിദ് മൗദൂദിയും ഷഹീദ് ബന്നയും സയ്യിദ് ഖുതുബും ചരിത്രത്തിൽ നിർവഹിച്ച ആഹ്വാനം. ഇതിന്റെ പേരിൽ ഏഥൻസിലെ പ്രഭുകുമാരന്മാരെ സോക്രട്ടീസിന് വിഷപാനീയം വിധിച്ചതുപോലെ റോമിലെ ഈ പിലാത്തോസും അതുപോലെ തന്നെ ബെത്ലഹേമിലെ ജൂത പുരോഹിതന്മാരും യേശുവിന് കുരിശുമരണം വിധിച്ചതുപോലെ സയ്യിദ് മൗദൂദിക്കും ഷഹീദ് ബന്നക്കും സയ്യിദ് ഖുതുബിനുമൊക്കെ ഭീകരവിരുദ്ധ പട്ടം ചാർത്തിക്കൊടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. എനിക്ക് CPMനോട് പറയാനുള്ളത്, മുതലാളിത്ത ലബോറട്ടറികളിൽ വികസിപ്പിച്ച പടിഞ്ഞാറിന്റെ മാർക്സ് അവജ്ഞയോടെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയ പുസ്തകങ്ങളുണ്ടല്ലോ, ആ പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം സ്വന്തം വിശകലന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെയും വർത്തമാനത്തെയും പഠിക്കാൻ CPMന്റെ ബുദ്ധിജീവികൾ മുന്നോട്ട് വരണം. നെതർലാൻഡിലെയും ഡെൻമാർക്കിലെയും UK-യിലെയും ഫ്രാൻസിലെയും ജർമ്മനിയിലെയും യൂണിവേഴ്സിറ്റികളിൽ മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചുട്ടെടുക്കുന്ന പ്രബന്ധങ്ങൾ, ആ പ്രബന്ധങ്ങൾ വായിച്ചിട്ട് കേരളത്തിൽ വന്നിട്ട് തെരുവുകളിൽ പ്രസംഗിക്കുന്നതിന് പകരം സുഹൃത്തുക്കളെ കാൾ മാർക്സിന്റെ ആശയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തമായ ചിന്തയുമായി കടന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് എനിക്ക് CPMനോട് ചോദിക്കാനുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് മതരാഷ്ട്രവാദം എന്നൊക്കെ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുടെ മേലെ ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞാൽ CPM രക്ഷപ്പെടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവിടെയും അവർ നിർത്തുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിനെതിരാണ്, മതേതരത്വത്തിനെതിരാണ് എന്നൊക്കെയാണ് പിന്നെ അവർ പറയുന്നത്. എന്താണ് ജനാധിപത്യം? ജനാധിപത്യത്തെക്കുറിച്ചുള്ള CPMന്റെ കാഴ്ചപ്പാട് എന്താണ്? മാർക്സ് അടിസ്ഥാനപരമായി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മാർക്സിന്റെ ദൃഷ്ടിയിൽ സംഘട്ടനത്തിലൂടെയാണ് ഇവിടെ വിപ്ലവം ഉണ്ടാകേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പോലും, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 1947 ആഗസ്റ്റ് 15 എന്ന വസ്തുത പോലും
അംഗീകരിക്കാൻ കാൾ മാർക്സിന്റെ അനുയായികൾ അക്കാലത്ത് സന്നദ്ധമായിട്ടില്ല. കാരണം മാർക്സിന്റെ ദൃഷ്ടിയിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ചിട്ടും അതുപോലെ തന്നെ മാവോയുടെ സിദ്ധാന്തം അനുസരിച്ചും നാം വിശകലനം ചെയ്യുകയാണ് എങ്കിൽ ജനാധിപത്യ രൂപത്തിലൂടെയുള്ള ഒരു സാമൂഹിക പരിവർത്തനം യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റുകൾ. അവർ വിശ്വസിക്കുന്നത് വിപ്ലവം തോൽക്കിൻകുടിലൂടെ ഉണ്ടാവണമെന്നാണ്. പക്ഷെ ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. കാരണം ഇവിടെ ജീവിക്കുന്ന മാർക്സിസ്റ്റുകൾ പോലും മാർക്സ് അങ്ങനെ പറഞ്ഞു എന്നറിയുമോ എന്നെനിക്കറിയില്ല. കേരളത്തിലെ തെരുവുകളിലൊക്കെ ദിവസവും പ്രസ്താവനവുമായി രംഗത്ത് വരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മാർക്സിന്റെ ഇതുപോലെയുള്ള പുസ്തകങ്ങളും ഉദ്ധരണികളും കണ്ടിരിക്കാനുള്ള ഒരു വിദൂര സാധ്യത പോലും ഞാൻ കാണാത്തത് കൊണ്ടാണ് അത്തരം വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്തത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ എതിർത്തിട്ടുണ്ടോ? സയ്യിദ് മൗദൂദി ജനാധിപത്യത്തെ കുറിച്ച് ചില വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് മൗദൂദി ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞ അതേ സയ്യിദ് മൗദൂദി ജനാധിപത്യത്തെ ഒരു പ്രത്യേക രീതിയിൽ സയ്യിദ് മൗദൂദി വിശകലനം ചെയ്തിട്ടുണ്ട്. എന്താണ് സയ്യിദ് മൗദൂദിയുടെ വിശകലനം? സയ്യിദ് മൗദൂദി പറഞ്ഞത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ഭരണകൂടം ഭൂരിപക്ഷ മനുഷ്യരുടെ ഹിതപ്രകാരമുള്ള ഭരണകൂടമായിരിക്കണം ഒരു രാജ്യത്തുണ്ടാവേണ്ടത് എന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തെ വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയിൽ സ്ഥാപിച്ച ഒരു ചിന്തകനാണ് സയ്യിദ് മൗദൂദി. സയ്യിദ് മൗദൂദി ഇസ്ലാമിക ചരിത്രത്തിൽ രാജാധിപത്യമുണ്ടായതിനെ പഠനവിധേയമാക്കിക്കൊണ്ട് ഖിലാഫത്ത് ഔർ മുലൂക്കിയത്ത്, രാജവാഴ്ചയോ ഖിലാഫത്തോ രാജവാഴ്ചയോ എന്ന പേരിൽ ബൃഹത്തായ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലെ രാജവാഴ്ച ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നും ജനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങൾ തന്നെ കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന ഒരു ജനാധിപത്യ ഘടനയിലുള്ള ഒരു സാമൂഹിക ഘടനയാണ് ഇസ്ലാമിന്റെ സാമൂഹിക ഘടന എന്നും സയ്യിദ് മൗദൂദി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സയ്യിദ് മൗദൂദി മറ്റൊരു വിഷയം കൂടി ഉന്നയിക്കുകയുണ്ടായി. ഒരു രാജ്യത്ത് ശരിതെറ്റുകൾ തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? മറ്റൊരു ഭാഷയിൽ മോറലി ഒരു കാര്യം റൈറ്റ് ആണോ റോങ് ആണോ എന്ന്, ധാർമ്മികമായി ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണ് എങ്കിൽ മദ്യപാനം ശരിയാണോ തെറ്റാണോ, മയക്കുമരുന്നിൻ്റെ ഉപയോഗം ശരിയാണോ തെറ്റാണോ, യൂത്തനേഷ്യ അഥവാ ദയാവധം ശരിയാണോ തെറ്റാണോ, എബോർഷൻ ശരിയാണോ തെറ്റാണോ, ഇങ്ങനെ തുടങ്ങി എണ്ണമറ്റ ധാർമ്മിക പ്രശ്നങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. ധാർമ്മികമായ ക്വസ്റ്റ്യൻ, മോറലി ഒരു കാര്യം റൈറ്റ് ആണോ റോങ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം മനുഷ്യർക്കാണോ എന്ന ചോദ്യത്തിനാണ് സയ്യിദ് മൗദൂദി പറഞ്ഞത് ആ അധികാരം മനുഷ്യർക്കല്ല, അത് മനുഷ്യരുടെ സൃഷ്ടാവായ ദൈവത്തിനാണ്. ഈ അഭിപ്രായം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ CPM-ന് വേണ്ടി തേജോവധം ചെയ്യാൻ തെരുവിലിറങ്ങിയിരിക്കുന്ന കേരളത്തിലെ ചില മതസംഘടനകളുണ്ട്. അവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, മോറലി ഒരു കാര്യം റൈറ്റ് ആണോ റോങ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു ഒരു കാര്യം ആത്യന്തികമായി ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് മനുഷ്യനുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നില്ല. ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഈ വിശകലനത്തെ ഇങ്ങനെ മനസ്സിലാക്കാതെയാണ് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിനെതിരാണ് എന്ന് മാർക്സിസ്റ്റുകൾ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതേതരത്വത്തിനെതിരാണ് എന്നാണ് CPM-ന്റെ മറ്റൊരു വാദം. മതേതരത്വത്തെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മതേതരത്വം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മതേതരത്വം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഉദയം കൊണ്ട ഒരാശയമാണ്. മനുഷ്യൻ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും മതകീയമായ പാരമ്പര്യങ്ങളെയും ഒക്കെ പുറന്തള്ളിക്കൊണ്ട് മനുഷ്യൻ ദൈവത്തെയും അതുപോലെ തന്നെ മതത്തിൻ്റെ സകല അടയാളങ്ങളെയും പുറന്തള്ളണമെന്ന ഒരു ആഹ്വാനത്തോടു കൂടിയാണ് യൂറോപ്പിലെ മതേതരത്വം ഉദയം കൊള്ളുന്നത്. അഥവാ മതരഹിതമായ ഒരാശയം എന്ന അർത്ഥത്തിലാണ് യൂറോപ്പിൽ മതേതരത്വം ഉദയം കൊണ്ടത്. മതരഹിതമായ മതേതരത്വത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി വിമർശന വിധേയമാക്കിയത്.
മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ മതേതരത്വം മതനിഷേധപരമായ മതേതരത്വമല്ല, മതരഹിതമായ മതേതരത്വമല്ല. മതനിഷേധപരമായ മതേതരത്വത്തെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല എന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഈ വസ്തുതകളൊക്കെ മറച്ചു പിടിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി മതേതരത്വത്തിനെതിരാണ്, അവർ ജനാധിപത്യത്തിനെതിരാണ്, അവരിവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് മതരാഷ്ട്രമുണ്ടാക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് CPIM പ്രചരിപ്പിക്കുന്നത്. എന്തിനാണ് CPIM ഈ പ്രചാരണം നടത്തേണ്ട ആവശ്യം? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലോ ഇന്ത്യയിലോ വളരെ ശക്തമായ വേരുകളുള്ള വളരെ കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ സാമൂഹിക പ്രസ്ഥാനമോ ഒന്നുമല്ല. മറിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് മതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ മതപ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. പക്ഷേ CPM മനസ്സിലാക്കുന്നത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ CPMന് ഭരണ തുടർച്ച ഉറപ്പുവരുത്തേണ്ടതുണ്ട്. CPMന് ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം ഇന്ത്യയിൽ തന്നെ CPM അതിവേഗത്തിൽ നിഷ്പ്രഭമായി കൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി, 25 വർഷത്തിലധികമായി CPM ഭരിച്ച ബംഗാളിൽ CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ നിശേഷം തുടച്ചു നീക്കപ്പെട്ടു. ത്രിപുരയിലായിരുന്നു പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത്. ത്രിപുരയിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം ഇന്ന് അനുദിനം ശോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലഘട്ടം മുതൽ കേരളത്തിലും ബംഗാളിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലെ മറ്റനേകം സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു. ഈ സ്വാധീനത്തിൻ്റെ പിന്നിൽ പോലും കേരളത്തിലെയും ബംഗാളിലെയും മുസ്ലിങ്ങളുടെ ആശയങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം CPM വിമോചനത്തെക്കുറിച്ചും തൊഴിലാളികളുടെ മോചനത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും ശക്തമായ സ്വഭാവത്തിലെ കോളനി വിരുദ്ധ പോരാട്ടത്തിൻ്റെ രംഗവേദിയായ ഒരു പ്രദേശമായിരുന്നു കേരളം. കോളനി വിരുദ്ധ പോരാട്ടത്തിൻ്റെ രംഗവീഥിയായി കേരളം മാറിയതിൽ നിർണായകമായ പങ്കുവഹിച്ചത് മുസ്ലിങ്ങളായിരുന്നു. ബംഗാളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഹാജി ശരീഅത്തുള്ളയുടെ നേതൃത്വത്തിൽ ബംഗാളിലെ രൂപം കൊണ്ട ചില പ്രസ്ഥാനങ്ങൾ, ബ്രിട്ടീഷ് അധിനിവേശ വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ ബംഗാളിലും സജീവ സാന്നിധ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. CPIM ആകട്ടെ, അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലേ എന്ന വിഷയത്തിലൊക്കെ കുറേ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായി. അതൊക്കെ മാറ്റി നിർത്തി അവസാനം കേരളത്തിലെ ഒന്നാമത്തെ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ കേരളത്തിലെ അന്നത്തെ ഏറ്റവും ശക്തമായ ഒരു മുസ്ലിം പ്രസ്ഥാനമായ മുസ്ലിം ലീഗിനെ കൂടി തങ്ങളുടെ സപ്തകക്ഷി മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് CPIM കേരളം ഭരിച്ചത്. അന്നൊന്നും അവർക്ക് മതവർഗീയതയെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും ന്യൂനപക്ഷ താല്പര്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഒത്ത ഒരു സമീപനമായിരുന്നു CPM സ്വീകരിച്ചത്. പക്ഷെ 1985 ശരീഅത്ത് വിവാദ കാലമായപ്പോഴേക്കും CPMന്റെ നിലപാടുകളിൽ വിപുലമായ ചില മാറ്റങ്ങളുണ്ടായി. ഈ മാറ്റങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചത് അന്നത്തെ CPMന്റെ താത്വികാചാര്യനായ, എക്കാലത്തെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാര്യനായ സഖാവ് EMS നമ്പൂതിരിപ്പാടാണ്. ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ ശരീഅത്തിനെതിരെ, മുസ്ലിങ്ങളുടെ സിവിൽ നിയമങ്ങളെ അവരുടെ വ്യക്തി ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനെതിരെ, അതിനനുകൂലമായ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കെതിരെ CPM അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. CPMുമായി കേരളത്തിലെ മുസ്ലിങ്ങളെ മുഖാമുഖം ഏറ്റുമുട്ടേണ്ടി വന്ന
സംവാദ രംഗത്ത് ഉറച്ചു നിൽക്കേണ്ടി വന്നത്, ഏറ്റുമുട്ടേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ തെരുവിൽ ഏറ്റുമുട്ടി എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് സംവാദാത്മകമായ ഏറ്റുമുട്ടലുകൾ നടന്ന ഒരു ചരിത്ര സാഹചര്യമായിരുന്നു യഥാർത്ഥത്തിൽ ശരീഅത്ത് വിവാദ കാലം. ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ സഖാവ് EMS നമ്പൂതിരിപ്പാട് ഉദ്ദേശിച്ചത് ശരീഅത്തിനെ ആക്രമിച്ചുകൊണ്ട്, ശരീഅത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ കൂടുതൽ സ്വാധീനമുറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ CPM-ന്റെ നില ഭദ്രമാക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിനായിരുന്നു യഥാർത്ഥത്തില് അന്ന് EMS നമ്പൂതിരിപ്പാട് തുടക്കം കുറിച്ചത്. പക്ഷെ അത് അത്രയൊന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗം അവരിൽ നിന്ന് അടർന്നു വരികയും മുസ്ലിം ലീഗ് ഒന്നിക്കുകയും അങ്ങനെ CPM-ന് വിരുദ്ധമായ ഒരു മുന്നണിയിൽ കേരളത്തിലെ മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം നിലയുറപ്പിക്കുകയും ചെയ്തു. 90കളിലാണ് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ബാബരി മസ്ജിദ് സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട് ഫാസിസ്റ്റുകളെ ഇന്ത്യൻ തെരുവുകളിൽ ഉറഞ്ഞു തുള്ളിയപ്പോൾ ഫാസിസ്റ്റുകളെ നിയന്ത്രിക്കുന്നതിൽ അന്നത്തെ കോൺഗ്രസ് ഭരണകൂടം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം തന്നെ കോൺഗ്രസ് വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ മാധ്യമങ്ങളും അതിൻ്റെ പോഷക സംഘങ്ങളുമൊക്കെ ഈ സമീപനത്തെ ഏറ്റവും ശക്തമായി കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചു. അന്നാള് തൊട്ട് സമീപകാലം വരെ ഇന്ത്യയിലുള്ള കേരളത്തിൽ നടന്ന ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളിലും CPM-ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ നിർലോഭമായ പിന്തുണയും സഹകരണവും ഉണ്ടായിരുന്നു. അന്നൊന്നും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മതരാഷ്ട്രവാദം, പൊളിറ്റിക്കൽ ഇസ്ലാം, RSSന് തുല്യമായ സ്വഭാവത്തിൽ ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുന്നവര്, താലിബാനിന്റെ മറ്റൊരു പതിപ്പ്, ജിഹാദിസ്റ്റുകള്, തീവ്രവാദി എന്നൊന്നുമുള്ള ആരോപണങ്ങള് CPM ഉന്നയിച്ചിട്ടില്ല. പക്ഷെ സമീപകാലത്ത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മാറിയ രാഷ്ട്രീയ ഘടനയിലെ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാക്കായപ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ട് നൽകാൻ തീരുമാനിച്ചപ്പോൾ മറിച്ച നിലപാടുകൾ സ്വീകരിക്കുകയും UDF പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയെ പിന്തുണക്കുകയും ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലെ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്തൊരു തീരുമാനമായിരുന്നു ഈ തീരുമാനം വന്നപ്പോഴേക്കും CPM ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിച്ചും തീവ്രവാദ പട്ടം അവരുടെ മേൽ ചാർത്തിക്കൊടുത്തും മൗദൂദിയെ ലോകം കണ്ട എല്ലാ തീവ്രവാദത്തിൻ്റെയും ഉപജ്ഞാതാവായി അവരോധിച്ചുമുള്ള പ്രചാരണമാണ് ഇവിടെ നടത്തുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ മാത്രം നടത്തിയ പ്രചാരണമല്ല. കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയും CPM വംശീയമായ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. എന്താണ് നടത്താനുള്ള കാരണം? നമുക്കറിയാം. കേരളത്തിൽ അത് നടത്താനുള്ള കാരണം, കേരളത്തിൽ ഇന്ന് മുസ്ലിം വോട്ടുകൾ, നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടുകൾ UDF-ൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് CPM വിശകലനം ചെയ്യുന്നത്. അവരുടെ വിശകലനം ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പരിശോധിക്കല് ഞങ്ങളുടെ ബാധ്യതയല്ലാത്തത് കൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അവരുടെ വിശകലനം അതാണ്. പിന്നെ കേരളത്തിൽ അവർക്ക് ഭരണ തുടർച്ച ഉറപ്പുവരുത്തണമെങ്കിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇനിയും ഒരു മൂന്നാമിടത്തിലേക്ക് ഈ ഭരണകൂടത്തെ കൊണ്ടുപോകണമെങ്കിൽ കേരളത്തിലെ നിർണായക സമുദായമായ ഹൈന്ദവ സഹോദരന്മാരുടെയും ക്രൈസ്തവ സഹോദരന്മാരുടെയും വോട്ടുകൾ ലഭിക്കണമെന്ന ഒരു ബുദ്ധി CPM-നുണ്ട്. ഈ വോട്ടുകൾ ലഭിക്കാനുള്ള ഏറ്റവും നല്ല പരിഹാരം, ഈ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഏറ്റവും നല്ല രീതി ഒരു കേരളത്തിൽ നിന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയക്ക് അനുകൂലമായി സംസാരിക്കലാണ് എന്ന് CPM മനസ്സിലാക്കിയിരിക്കുന്നു. കേരളത്തിൽ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ ഭീതിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായി നടക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളെ ഉള്ള സ്ഥലത്തുള്ള ഫുഡൊക്കെ ഹലാൽ ഫുഡാണ്, അത് തുപ്പിക്കൊണ്ട് കൊടുക്കുന്ന ഫുഡാണ്. ഇവിടെ ആളുകൾ പ്രസ്താവിച്ചതാണ്. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു. കേരളത്തിൽ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഒക്കെ മുസ്ലിം ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോവുകയാണ് എന്നൊക്കെ ചില ബിഷപ്പുമാരും പാതിരിമാരും പറഞ്ഞപ്പോൾ
അവർക്കെതിരെ ഒരു സമീപനവും ഒരക്ഷരം ഉരിയാടുന്നതിന് പകരം അതിലൊക്കെ മൗനം പാലിക്കുകയാണ്. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നു. ഇസ്ലാമിൽ ഈ മയക്കുമരുന്നും മദ്യവുമൊക്കെ ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ദർശനമാണ്. പക്ഷേ നാർക്കോട്ടിക് ജിഹാദ്, മയക്കുമരുന്ന് കൊടുത്തിട്ട് ആളുകളെ മതം മാറ്റാനുള്ള ശ്രമം മുസ്ലിങ്ങൾ നടത്തുന്നു. ഇങ്ങനെ തുടങ്ങി കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായി കേരളത്തിലെ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാർ തന്നെയാണ്. കാരണം കഴിഞ്ഞ സംഘപരിവാറിന് വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം ഇനിയും മാറിയിട്ടില്ല. കേരളത്തിലെ ഒറ്റപ്പെട്ട തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ആദ്യമായിട്ട് ഒരു പാർലമെന്റ് മെമ്പറെ കിട്ടിയെന്നതും, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരിക്കല് ഒരു നിയമസഭാ മെമ്പറെ കിട്ടിയെന്നതും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ സംഘപരിവാറിന് കീറാമുട്ടിയായി മാറിയ ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തെ വിഷലിപ്തമായ മനസ്സുകളെ ഇവിടെ വ്യാപിപ്പിച്ചുകൊണ്ട് മാത്രമേ സംഘപരിവാറിന് അധികാരം കിട്ടുകയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ ബാബരി മസ്ജിദ് വിഷയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഥയാത്ര നടത്തിയിട്ടും വർഗീയ കലാപങ്ങൾ സംഘടിപ്പിച്ചിട്ടും ഇന്ത്യയിലെ തെരുവുകളിൽ മുഴുവനും തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചാരണം നടക്കുന്ന, അങ്ങനെ വിദ്വേഷ പ്രചാരണം നടത്തുന്ന മഹാപ്രഭാഷകന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ടുമൊക്കെയാണ് ഇന്ത്യയുടെ ഭരണം സംഘപരിവാർ പിടിച്ചെടുത്തത്. പക്ഷെ കേരളത്തിൽ നിന്നും സംഘപരിവാറിന് വേണ്ടത്ര വേരോട്ടം കിട്ടിയിട്ടില്ല. കേരളത്തിൽ വേരോട്ടം കിട്ടണമെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ഹിന്ദുവിൻ്റെ മനസ്സിനെ എത്രമാത്രം മലീമസമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ അതുപോലെ കേരളത്തിലെ ഹിന്ദുക്കളുടെയും നല്ലവരായ ഹിന്ദു സുഹൃത്തുക്കളുടെയും ക്രൈസ്തവ സുഹൃത്തുക്കളുടെയും മനസ്സ് മലിനപ്പെടുത്തണമെന്ന് സംഘപരിവാറുകൾക്കും ഫാസിസ്റ്റുകൾക്കും അറിയാം. അതിനുവേണ്ടി ലവ് ജിഹാദിനെ കുറിച്ച് അവർ സംസാരിച്ചു, ഹലാൽ ജിഹാദിനെ കുറിച്ച് സംസാരിച്ചു, ഹലാൽ ജിഹാദിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടായി. അങ്ങനെ കേരളത്തിൽ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയുമുള്ള മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ അനർഹമായത് മുഴുവനും തന്നെ നേടിയെടുക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ കൈവശമാണ് കേരളത്തിലുള്ള ഒരുപാട് സ്ഥാനമാനങ്ങൾ. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അനർഹമായതൊന്നും നേടിയെടുക്കുന്നില്ല എന്ന ചരിത്ര വസ്തുത പോലും വർത്തമാനകാല യാഥാർത്ഥ്യം പോലും വിസ്മരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചാരണമൊക്കെ നടത്തി ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം സംഘപരിവാർ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. സംഘപരിവാറിന് അനുകൂലമായ ഈ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കാസയെ പോലെയുള്ള ചില ക്രൈസ്തവ സംഘങ്ങളും മുന്നോട്ട് വന്നു. ക്രൈസ്തവ മതവിശ്വാസികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കേരളത്തിൽ ഒരുമിച്ച് ചേർന്ന് പരസ്പരം സന്തോഷങ്ങൾ പങ്കുവെച്ച് ക്രിസ്മസിനും അതുപോലെ തന്നെ പെരുന്നാളിനും ഓണത്തിനും വിഷുവിനും ഈസ്റ്ററിനും ഒക്കെ പരസ്പരം കണ്ടും കൊടുത്തും പരസ്പരം വീട്ടിലേക്ക് ക്ഷണിച്ചും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ചും കല്യാണത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടകലർന്ന് ജീവിക്കുന്ന സൗഹൃദത്തിൻ്റെ മാതൃകാ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഒരു കാലത്ത് ജാതി സമ്പ്രദായം ഭീകരമായ ഘട്ടത്തിൽ കേരളം ഭ്രാന്താലയമാണ് എന്ന് ചില മഹാന്മാർക്ക് പറയേണ്ടി വന്നുവെങ്കിൽ ആ ഭ്രാന്താലയത്തിൻ്റെ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഒരു പരിധിവരെ സൗഹൃദവും മാനുഷിക ബന്ധങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തെയാണ് അപകടപ്പെടുത്താൻ ഒരു ഭാഗത്ത് ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്നത്. ഫാസിസ്റ്റുകൾക്ക് അനുകൂലമായി സമീപനം സ്വീകരിക്കുന്ന ചില ഒറ്റപ്പെട്ട കാസയെ പോലെയുള്ള ചില ക്രൈസ്തവ ഗ്രൂപ്പുകളും ശ്രമിക്കുന്നു. ഈ മണ്ണ് അനുകൂലമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ മണ്ണിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് CPM ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ആ ജനകീയ പ്രക്ഷോഭത്തെ തീവ്രവാദികൾ കയ്യേറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ വളപ്പുറത്തെ പെൺകുട്ടികൾ കോപ്പിയടിച്ചിട്ടാണ് ജയിക്കുന്നത് എന്ന് ഒരു സഖാവ് കേരളം ഭരിച്ച മതേതരത്വത്തിൻ്റെയും മക്സത്തിൻ്റെയും ഉത്തമോദാഹരണമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയാണ് പ്രസ്താവിച്ചത് എന്ന് നിങ്ങൾ അറിയണം.
മലപ്പുറത്തിന്റെ മണ്ണ് വർഗീയമാണ് എന്ന്. മലപ്പുറത്ത് ആരെങ്കിലും ജയിച്ചാൽ, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷം തോറ്റപ്പോഴേക്കും ഇവരൊക്കെ ജയിച്ചത് വർഗീയവാദികളുടെ വോട്ട് കിട്ടിയിട്ട്. കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കുന്നുണ്ട്, വലതുപക്ഷം ജയിക്കുന്നുണ്ട്, കോൺഗ്രസും മുസ്ലിം ലീഗും CPI-യും CPM-ഉം ഒക്കെ ഇവിടെ ജയിക്കുന്നുണ്ട്. അവർക്ക് മുസ്ലിങ്ങളും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ വോട്ട് കൊടുക്കുന്നുണ്ട്. ആരും തന്നെ മതത്തിന്റെ പ്രതലത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരാളും തന്നെ ക്യാമ്പയിൻ നടത്തിയിട്ടല്ല ഇവിടെ വോട്ട് പിടിക്കുന്നതും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ വിജയിക്കുന്നതും. ഇതൊക്കെ വിസ്മരിച്ചിട്ട് CPM തോൽക്കുമ്പോഴേക്കും വർഗീയവാദികൾ സംഘടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. വടകരയിൽ ഒരാൾ മത്സരിച്ചപ്പോൾ മത്സരിച്ച ആളെ പരാജയപ്പെടുത്താൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട്, കാഫിറാണ് ഇയാളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക മെസ്സേജ് കൃത്രിമമായി CPM തന്നെ ഉണ്ടാക്കി ആ സ്ക്രീൻഷോട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വടകരയെ വർഗീയമായി വിഭജിക്കാനുള്ള ശ്രമം നടന്നു. ഇങ്ങനെ ഇവിടെ ഒരു മുസ്ലിം വിരുദ്ധ പൊതുബോധം സൃഷ്ടിച്ചിട്ട് കേരളത്തിന്റെ മണ്ണിനെ സംഘപരിവാർ വിഷമയമാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ട് ഭരണ തുടർച്ച ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ CPM നടത്തുന്നത്. അതിനവർക്ക് കിട്ടിയ ഒരു വടിയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ പറയുക, മുസ്ലിങ്ങളെ പറയുക, മലപ്പുറത്തെ പറയുക, അങ്ങനെ ഓരോന്നിനെയും പറയുക എന്ന ഒരു സമീപനം. സമയപരിമിതി കാരണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, CPM-ന്റെ ഈ പ്രചാരണം കേട്ടിട്ട് പേടിച്ചിട്ടൊന്നും പോകുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമിക്കാര്. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാർ ജീവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലാണ്, ഈ നാട്ടിലെ മനുഷ്യരുടെ ഇടയിലാണ്. ഈ നാട്ടിലെ സാധാരണക്കാരൻ, ഓരോ സാധാരണക്കാരനും അവൻ്റെ അയൽവാസിയായ ഒരു ജമായത്തുകാരനുണ്ടാകും. തൊഴിലിടങ്ങളിൽ അവനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ജമായത്തുകാരനുണ്ടാകും. അങ്ങനെയുള്ള ജമായത്തുകാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് CPM-ന്റെ സൈദ്ധാന്തികന്മാരുടെ പ്രഭാഷണം കേട്ടിട്ടല്ല ഈ നാട്ടുകാർ ജമായത്തിനെ മനസ്സിലാക്കുന്നത് എന്നും, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം കണ്ടിട്ട് അവരുടെ പ്രവർത്തകരുടെ ജീവിതശൈലി കണ്ടിട്ടാണ് എന്നും ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ചെയ്ത കുറ്റങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി മാഷാ അല്ലാഹ് സ്റ്റിക്കർ നേടി ഇനോവയുടെ പിറകിൽ ഒട്ടിക്കേണ്ട ഗതികേട് ഈ പ്രസ്ഥാനത്തിനില്ല. കാഫിർ സ്ക്രീൻഷോട്ട് പോലത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ പ്രസ്ഥാനത്തിന് ആളുകളെ വിഭജിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്രസ്ഥാനം ജീവിക്കുന്നത് ജനങ്ങൾക്കിടയിലാണ്. ഒന്നാമതായി. രണ്ടാമതായി, ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് അതിൻ്റെ ആശയ ഗാംഭീര്യമാണ്. ഇത് വിശ്വസിക്കുന്നത് മഹത്തായ പ്രവാചകന്മാരുടെ ഒരു ആശയത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യരെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും മതത്തിനും ജാതിക്കും വർഗത്തിനും ദേശത്തിനും അതീതമായി മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന അന്നാസു സവാസിയത്തും കാസ്നാദിൽ മിസ്ത്, മനുഷ്യൻ ചെറുപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ്. എന്തു വന്നാലും, നിങ്ങൾ ആക്ഷേപിച്ചാലും, നിങ്ങൾക്കെതിരെ തെറി വിളിച്ചാലും, നിങ്ങൾക്കെതിരെ അപരാധങ്ങൾ പ്രചരിപ്പിച്ചാലും നിങ്ങൾ നീതിയുടെ പക്ഷം ചേരുക. കാരണം നീതി എന്ന് പറഞ്ഞാല് ദൈവഭക്തിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന നീതിയെക്കുറിച്ച്, മനുഷ്യാവകാശത്തെക്കുറിച്ച്, ഉദാത്തമായ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരാദർശം ജമാഅത്തെ ഇസ്ലാമിയുടെ കൈവശമുണ്ട്. ഈ ആദർശവുമായി ആദർശവുമായി ജീവിതാവസാനം വരെ എഴുന്നേറ്റ് നിൽക്കാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ചോരപുരണ്ട സിംഹാസനങ്ങൾക്ക് പിറകിൽ പുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ അടിയിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കാൻ, അവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ തീരുമാനിച്ച പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. അധികാരമുള്ളവന് ഭീകരപ്പട്ടം ചാർത്തിക്കൊണ്ട് പേടിക്കുമ്പോൾ നിങ്ങൾ ഈ ഭീകരപ്പട്ടം എടുത്തു കളയാൻ വേണ്ടി നിങ്ങൾക്കിതാ ഞങ്ങൾ പിന്തുണ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അരമനയിൽ കയറിയിറങ്ങുന്ന ഒരു പ്രസ്ഥാനവുമല്ല ജമാഅത്തെ ഇസ്ലാമി. മറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച്, ജനങ്ങൾക്കിടയിൽ
ശക്തമായി ജീവിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്ന് മനുഷ്യരുടെ പക്ഷം നിലയുറപ്പിച്ചുകൊണ്ട് നീതിക്കായുള്ള പോരാട്ടമുഖത്ത് ഉറച്ചു നിൽക്കുമെന്ന് തീരുമാനിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ CPM അല്ല, സംഘപരിവാർ എന്നല്ല, ഇതിനേക്കാൾ വലിയ ആളുകൾ ഈ രാജ്യത്ത് വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിക്കാൻ ശ്രമിച്ചാലും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ അചഞ്ചലമായ നിലപാടുകളിൽ ഉറച്ചിരുന്നു കൊണ്ട് മുന്നോട്ട് പോകും. പക്ഷേ ഞങ്ങൾക്കുള്ള പ്രയാസം ഈ രാജ്യം നശിച്ചു പോകുന്നതിനാണ്. ഈ നാട്ടിൻ്റെ മണ്ണ്, ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സ് അനുദിനം വിഷമയമായി, വിഷലിപ്തമായി, മനുഷ്യർ വർഗീയമായി വിഭജിക്കപ്പെടുന്ന ഒരവസ്ഥ CPM ഇവിടെ സൃഷ്ടിക്കരുത് എന്നാണ് CPM-നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് സൃഷ്ടിച്ചാൽ ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ചില അനുകൂലമായ അന്തരീക്ഷം ഒരുക്കാൻ പറ്റിയെന്ന് വന്നേക്കാം. പക്ഷെ ആത്യന്തികമായി, അന്തിമമായി കേരളത്തിൻ്റെ മണ്ണ് ഫാസിസ്റ്റുകൾക്ക് അനുകൂലമായ ഒരു മണ്ണാകാൻ, അങ്ങനെ ഫാസിസ്റ്റുകൾക്ക് അവരുടെ വിശകലമാരെ രംഗത്തിറക്കാതെ തന്നെ CPM-ന്റെ നാവുകളിലൂടെ വിഷലിപ്തമായ പ്രചാരണം നടത്തി തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭൂമിക ഒരുക്കാന് ഇതുപോലെയുള്ള പ്രചാരണങ്ങൾ കാരണമാകും. അതിനെ നിങ്ങൾ കരുതിയിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.